ഹായ്, എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വി ചേച്ചിയ. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്നു. അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ രാവിലെ മാഗി ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ഇച്ചിരി പച്ചക്കറിയായിട്ട് വലിയ കൂടുതലൊന്നുമില്ല, സവാളയൊന്നും വഴറ്റിയിട്ട് അതിലേക്ക് ഇച്ചിരി കാബേജും ബീൻസും ഇട്ടു. അതൊന്ന് ഇച്ചിരി ഒന്ന് വാടി വന്നുണ്ടേ പിന്നെ ഇച്ചിരി ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, ഒരു ഇച്ചിരി മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല അതെല്ലാം ഇട്ടിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചാൽ പച്ചക്കറി ഒന്ന് ചേർന്ന് വേവിച്ച് അത് വെന്ത് കഴിഞ്ഞിട്ട് പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് മാഗി പൊട്ടിച്ചിട്ടിട്ട് അങ്ങ് വേവിക്കും. അതിൻ്റെ വെള്ളം ഒന്ന് വറ്റി വരുന്നുണ്ടെങ്കിൽ ഇച്ചിരി ഞാൻ അടച്ചിടും. എന്നിട്ട് ആവി കുതിർന്നത് നന്നായിട്ടൊന്ന് വെന്ത് ഇത്തിരിയും കൂടെ ഒന്ന് ക്വാണ്ടിറ്റിയിൽ വരും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഒരു ദിവസം പോൾമോൻ അവൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ സൂമിൽ ഈ മൃഗശാലയിൽ പോയൊരു വീഡിയോ. അത് അവൻ ശരിക്കല്ല എടുത്തത്. കാരണം ഞാൻ ഈ വെർട്ടിക്കലിൽ ഇങ്ങനെ നമ്മളിപ്പം ഇതിൻ്റെ അകത്ത് ഇടുവാണെങ്കിൽ, നമ്മൾ അല്ലാതെ സ്റ്റോറിയിലൊക്കെ ഇടുവാണെങ്കിൽ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് എടുത്താൽ കുഴപ്പമില്ല. ഇപ്പം നമ്മളിങ്ങനെ വീഡിയോ ഉണ്ടാക്കി ഇടുന്നുണ്ടേ അത് വെർട്ടിക്കലായിട്ട് എടുത്താലേ വെക്കൂ. അത് നേരെ ഫുൾ സ്ക്രീന് നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ കുറച്ചൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞ്. എന്നിട്ട് അതുപോലെ അവനൊന്ന് നിർത്തി എടുത്തിട്ടില്ല. കാരണം ഇഷ്ടംപോലെ ആൾക്കാരല്ലേ അവിടെ. എന്നാലും ഇവർക്കും നിന്നും എടുക്കാനായിട്ട് പറ്റുന്നില്ല. അതുകൊണ്ട് അവനാ കഴിയുന്നു അവൻ 2 സെക്കൻഡ് 3 സെക്കൻഡ് അങ്ങനെയൊക്കെ എടുത്തിട്ട് നമുക്ക് പ്രയോജനമില്ലല്ലേ. നമുക്കത് കാണണ്ടേ അത് എന്തുവാന്നുള്ളത്. എന്തുവന്നാലും ഞാൻ അതിൽ നല്ലതായിട്ടുള്ള ഇച്ചിരിച്ചൊക്കെ ഇതിൻ്റെ അകത്തൊന്ന് ഇടുന്നുണ്ട്. താല്പര്യമുള്ളവർ ഒന്ന് കാണേ. ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റിൽ ഇട്ടേക്കാമേ. അങ്ങനെ അപ്പോഴത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. അപ്പച്ചനും റീസം മോനും ഉണ്ട്. അവനോട് ഞാൻ പഠിക്കാൻ പറഞ്ഞ. അപ്പോൾ അവൻ അപ്പച്ചനെ ചെന്ന് എന്തോ ഞോണ്ടിക്കൊണ്ടിരിക്കുക. ഞാൻ ഒന്ന് പോയി വീഡിയോ എടുക്കട്ടെ. पेनाल्टी में किक मार के गोल कर दिया, मतलब कि मैंने बहुत अच्छे से बोल दिया. तो बोलो मारे पेनल्टी मिलेगा उस टाइम में मालूम पड़ेगा. पेनल्टी में गोल करूंगा कि मिस करूंगा. पढ़ाई करने का है, बहस पढ़ने. पहले बहस पढ़ो पूरा. ഞാനവിടെ ഒരു ഫുട്ബോൾ എടുത്ത് ഫ്രിഡ്ജിൻ്റെ മണ്ടേ വെച്ചേക്കുമായിരുന്നു. ഇവൻ മൊബൈലൊന്നും കൊടുത്തില്ലെങ്കിൽ അത് പോയി എടുത്തിട്ട് ഈ മുറിയിലിട്ട് തട്ടി കളിക്കും. അത് അപ്പച്ചൻ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക. അതെന്തിനാ എടുത്തേ അതായതാണെന്ന് പറഞ്ഞു. പോയി പഠിക്ക്, ആദ്യം വേഴ്സ് പടി. ഒരു പ്രാവശ്യം ചേട്ടനും അനിയനോട് ഇങ്ങനെ മുറിക്കകത്ത് ഫുട്ബോൾ കളിച്ച് ബോൾ തട്ടിയ എൻ്റെ ഷോക്കേസിൻ്റെ അകത്ത് ആ ഗ്ലാസ് ചെന്നടിച്ച് അതിൻ്റെ അകത്തെ ട്രേയും അങ്ങനെ കുറച്ച് പാത്രങ്ങളൊക്കെ തറയെ വീണ് പൊട്ടിയായിരുന്നു. അപ്പം ഞാൻ പിന്നെ വന്ന് സാമ്പാർ വയ്ക്കാനായിട്ട് ഇച്ചിരി പച്ചക്കറികളെല്ലാം അരിഞ്ഞ് ഞാനിപ്പോൾ ചെയ്യുന്ന സ്റ്റൈലിൽ ഞാൻ കുറച്ച് തുവരപ്പരിപ്പ് എടുത്തുള്ളൂ. എന്നിട്ട് ഈ മസാല ഇച്ചിരി മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉലുവാപ്പൊടി ഇതെല്ലാം ഒന്ന് മൂപ്പിച്ച സമയത്ത് ഒരു 2 ടീസ്പൂൺ കടലമാവ് കൂടെ ചേർത്ത് അതൊന്ന് മൂപ്പിച്ചിട്ട് ഇതിൻ്റെ അകത്ത് ചേർത്ത്, എന്നിട്ട് പുളിവെള്ളവും എല്ലാം കൂടെ, പുളിവെള്ളം പിഴിഞ്ഞത് ആ വെള്ളം ഒഴിച്ച് ഉപ്പും എല്ലാം കൂടെ ഇട്ട് 2 വിസിലടിച്ചെടുക്കട്ടെ. അവൻ തന്നെ പറഞ്ഞത് ഞാൻ വീട്ടിൽ ഇരുന്ന് പഠിച്ചോളാം, എന്നെ ട്യൂഷന് വിടണ്ടാന്ന്. പക്ഷേ നമ്മൾ പുറകേ ഇങ്ങനെ നടക്കണം. ഇതിപ്പോഴാണ് അറിഞ്ഞത് നീ? अरे बोला नहीं मैंने, ऐसे ही सोचा कर दी. इसके लिए पेंसिल से क्या, वरना मैं पेन से करता. എന്നാലും നീ പഠിക്കാതെ പഠിക്കത്തില്ല, വെറുതെ വേണ്ടാത്തൊക്കെ ഇരുന്ന് ചെയ്യും. मेरा स्कूल का ही है. അതാ ഇറേസർ ഒന്ന് കഴുകിനി. എന്തോടെ തളർന്നു പോയോ? ക്ഷീണിച്ചോ? രാവിലെ റീച്ചാൻ മുട്ടക്കടയിൽ നിന്ന് പോയി വാങ്ങിച്ചോണ്ട് വന്നേ. ഇവിടെ ഇന്നലെ നമ്മുടെ ഇവിടെ പുള്ളിക്കാരൻ്റെ അടുത്ത് ചോദിച്ചാൽ 220, ഇത് 115 അല്ല 105 എന്ന് പറഞ്ഞു. എന്നാലും മുട്ട ചെറുതാന്ന് പറയുന്നു. നോക്കട്ടെ. കിട്ടിയിട്ടുണ്ടോ എന്താ? താഴേന്ന് ഇവിടെ വരെ പ്രൈസിനാണ് കൊണ്ടുവന്നേ. ഇവരെല്ലാം ആട്ടിയല്ലേ കൊണ്ടുവരുന്നത്. എന്തോടെ പ്രൈസാൻ പാട്ട് ഇടാൻ
മൊബൈൽ എടുക്കുവാന്ന്. പിന്നെ എവിടെ പോയി നീ? നിന്നെ കാണാനില്ലല്ലേ? ഇപ്രാവശ്യത്തെ കുഴപ്പമില്ല. ഇന്ന് കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്ന വേറൊരു പൂഞ്ഞണി മുട്ടയായിരുന്നു. മുട്ട വെക്കുന്ന എൻ്റെ സ്റ്റാൻഡ്, ഈ മുട്ട ഇങ്ങനെ അടുക്കി വെക്കുന്ന ഫ്രിഡ്ജിൽ വെക്കുന്ന ഒരു സൈസ് സെറ്റ് പാത്രം 2 എണ്ണം ഉണ്ട്. അത് ഞാൻ മേളിലെടുത്തിട്ടേക്കും. ഈ സ്ഥലം ഇവിടെ ഇല്ലാത്തതുകൊണ്ട്. ഞാൻ നിങ്ങളെ കാണിക്കാമേ. ഇത് ഞാൻ 99 റുപ്പീസ് കടയിൽ നിന്ന് വാങ്ങിച്ച സാധനമാണ്. അന്ന് ഞാൻ എടുത്ത വീഡിയോ എവിടെ എങ്ങനെ ഡിലേറ്റ് ആയെന്നറിയത്തില്ല. ഈ മുട്ട കുഴപ്പമില്ല കേട്ടോ, വലുതാ. ഇനി മേളിൽ നിന്ന് അതിങ്ങ് എടുക്കണം. കാരണം എനിക്ക് ഫ്രിഡ്ജിൻ്റെ ആ സൈഡിൽ കുറച്ചേ വെക്കാൻ നോക്കൂ. ബാക്കി ഇങ്ങനെ അതിൽ വെച്ചിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കാം. അപ്പോൾ ഇതെന്ന് പറയുന്നത് നെല്ലിക്കയും ഡേറ്റ്സ് കൂടുള്ള മിക്സ് ചെയ്ത പിക്കിളാണ്. ഇത് ഇടാൻ കാര്യമെന്ന് പറയുന്നത് എൻ്റെ ഒരു സബ്സ്ക്രൈബറല്ല, എൻ്റെ കയ്യിൽ നിന്ന് ഒരു അച്ചാർ വാങ്ങിച്ച ഒരാൾ വേറൊരാൾക്ക് വേണ്ടി അച്ചാർ ഓർഡർ ചെയ്തുകൊണ്ട് അവർ 2-3 അച്ചാർ വാങ്ങിച്ച് വേറെ എന്തോ ഉണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു നെല്ലിക്ക പുരട്ടുണ്ടെന്ന്. ഞാൻ പറഞ്ഞു നെല്ലിക്ക ഞാൻ കഴിക്കാറില്ല, അതിൻ്റെ ഒരു ടേസ്റ്റ് അത്ര ഇഷ്ടമല്ലത്. അപ്പോൾ ഇത് പറഞ്ഞിട്ടിപ്പം 3-4 മാസമായി. അന്നോട്ട് ഞാൻ ചിന്തിച്ച് ഇത് നെല്ലിക്ക ഇങ്ങനെ കാരണം ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല നെല്ലിക്കയുടെ. അപ്പോൾ എൻ്റെ ഒരു സബ്സ്ക്രൈബർ ആൻറ്റി ഉണ്ട്. പുള്ളിക്കാരി എപ്പോൾ പുള്ളിക്കാരി വെളിയിലാണ് വരുവാന്നേലും 1-2-3 കിലോ നെല്ലിക്ക അച്ചാർ കൊണ്ടുപോകും. പുള്ളിക്കാരി എങ്ങനെയും അത് നെല്ലിക്ക നല്ലതാണെന്നും പറഞ്ഞ് ഈ അച്ചാർ വാങ്ങിച്ചുകൊണ്ട് പോകും. അപ്പോൾ ഞാൻ ചിന്തിച്ച് നെല്ലിക്കയും ഇതുകൂടൊന്ന് നാരങ്ങയും ഈന്തപ്പഴം കൂടെ ചെയ്യുന്നത് പോലെ ചെയ്യാമെന്ന്. അങ്ങനെ ഞാനൊന്ന് അച്ചാറിട്ടു. നല്ല അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളിയായിരുന്നു. അപ്പോൾ ആ നെല്ലിക്ക തന്നെ കഴിക്കുമ്പോൾ ഒരു സൈസ് പുളി ഇങ്ങനെയൊക്കെ ഉള്ളതുണ്ടല്ലോ, അതൊക്കെ അങ്ങ് മാറിക്കിട്ടും. നല്ല അടിപൊളിയാണ്. ഞാനിതൊന്ന് സാമ്പിൾ ഇട്ട് നോക്കിയതാണ് വീട്ടിലത്തേക്കിന്. കഴിഞ്ഞ ദിവസം ഞാൻ ചോറിൻ്റെ കൂടെ ഇത് എടുത്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞായിരുന്നല്ലേ നെല്ലിക്കയും ഈന്തപ്പഴം കൂടി ഇട്ട് അച്ചാറാണ്. അപ്പോൾ അത് കേട്ടിട്ട് 3-4 പേര് ചോദിച്ചായിരുന്നു ഇതിൻ്റെ റേറ്റ് എങ്ങനെയൊക്കെയുണ്ട്, ഇടുമ്പം പറയണേന്ന്. അപ്പോൾ ഇന്ന് ഇത്രയും വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. അതനുസരിച്ച് ഞാൻ ഇട്ട് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. ഇന്ത്യയിൽ എവിടെയും കൊറിയർ ചെയ്യും കേട്ടോ. ഇപ്പോൾ സാമ്പാറൊക്കെ കഷ്ണങ്ങൾ വെന്തായിരുന്നു, ഞാനതൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇച്ചിരി മല്ലിയില ഉണ്ടായിരുന്നു, അതുകൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുകൂടെ വറുത്ത് ചേർക്കാം. ഇന്നലത്തെ ഇച്ചിരി മീൻകറി ഉണ്ടായിരുന്നു, അതൊന്ന് ഞാൻ തിളപ്പിച്ച് വെച്ചു. തിളയൊക്കെ കഴിഞ്ഞിട്ടിരിക്കുക. അപ്പം ഞാനൊന്ന് ഓർത്തപ്പോൾ അതൊന്ന് കാണിച്ചതാണ്. കടയിൽ നിന്ന് വാങ്ങിച്ചതേ 99 രൂപ കടയിൽ നിന്ന്. 99 അല്ല, അവർ 99 രൂപ കടയിൽ നിന്ന് എഴുതി വെച്ചേക്കുന്നത്. ഞാൻ ആദ്യം എടുത്ത വീഡിയോ അങ്ങ് പോയില്ലേ, അപ്പം ഞാനത് കാണിക്കാം എന്തൊക്കെയാണ്. വീണ്ടും അതുപോലെ ഒരു ബോട്ടിൽ വാങ്ങിച്ചു. ഞാൻ ഈ ബോട്ടിൽ കഴുകിയൊക്കെ വെച്ചതാണ് കേട്ടോ. ഇപ്പോൾ ഒരാഴ്ചയായില്ലേ, അന്ന് സൺഡേ പോയി വാങ്ങിച്ചല്ലേ. പിന്നെ വാങ്ങിച്ചു ടിഷ്യൂ പേപ്പർ 2 വാങ്ങിച്ചായിരുന്നു. പിന്നെ ഗ്ലാസ്സൊക്കെ സാഫ് ചെയ്യാനായിട്ട്, ക്ലീൻ ചെയ്യാനായിട്ട്. ഇത് എന്തിനാ വാങ്ങിച്ചതെന്ന് എനിക്കും അറിയത്തില്ല. കണ്ടപ്പോൾ അങ്ങ് തോന്നി. 100 രൂപ. ഇതുപോലുള്ള 3 എണ്ണം. ഒന്നിൽ ഞാൻ എന്താണ്ടിപ്പോൾ മുട്ടയിട്ടെ, വലുത്, ചെറുത്, ഏറ്റവും ചെറുത്. നമുക്ക് ഈ അച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോൾ ബീഫ് കൂടുതൽ ക്വാണ്ടിറ്റി ഉള്ളപ്പോൾ തന്നെ കഴുകി ഇതിലൊക്കെ വെക്കാം. കണ്ട് കൊതിയായോണ്ടങ്ങ് വാങ്ങിച്ചത്. പിന്നെ 2 ചവിട്ടി മാറ്റി വാങ്ങിച്ചു. ചവിട്ടി 2 എണ്ണം 100 രൂപ. നല്ല കട്ടിയുണ്ട്. ഇവിടെ ഈ കിടക്കുന്നതിനൊക്കെ നല്ല കട്ടിയുണ്ട്, കോട്ടൻ്റെ. പിന്നെ വാങ്ങിച്ചെന്തോ ഒരു മൊന്ത. ഇത് അന്നേരം ഞാൻ പറഞ്ഞു നാട്ടിലൊക്കെ നമ്മൾ ഈ വെള്ളം കുടിക്കത്തില്ല, മൊന്തക്കകത്ത് വെള്ളം അല്ലേലും അങ്ങ് കൊതി കൊണ്ട് വാങ്ങിച്ചാ. നമ്മൾ സാധാരണ ബോട്ടില്ല കുടിക്കുന്നത്. പിന്നെ ചായ കാണും ഒഴിക്കാൻ ഒരു മൊന്തങ്ങ് വാങ്ങിച്ചു. പിന്നെ എന്തെങ്കിലും വാങ്ങിച്ചോണ്ടോ ഇപ്പോൾ എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഞാൻ എല്ലാം അതാത് സ്ഥാനത്തങ്ങ് എടുത്ത് വെച്ചായിരുന്നു. ഉറപ്പൊന്നും ഞാൻ പിന്നെ കാണിക്കാം കേട്ടോ. ഇത്രയുമാണ്. ഇപ്പം
എൻ്റെ ഓർമ്മ പിന്നെ ഒരു കാര്യം കാണിക്കാം. പിന്നെ മനസ്സിലാണ്ടത് ഈ തുണികളൊക്കെ ഇട്ട് വെക്കാനേ 100 രൂപ. പണ്ട് ഈ പ്രൈസിനും പോണത് കുഞ്ഞായിരുന്നു. അപ്പോൾ അവരുടെ ഈ കുഞ്ഞ് വീട്ടിൽ യൂസ് ചെയ്യുന്ന ഈ കുഞ്ഞു കുഞ്ഞു ഉടുപ്പുകളുണ്ടല്ലോ, അതൊക്കെ ഞാൻ ഇങ്ങനെയുള്ള ഈ ബാസ്ക്കറ്റിൽ വാങ്ങിച്ചായിരുന്നു ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇതിങ്ങനെ കണ്ടുകൊണ്ട് ഞാൻ വാങ്ങിച്ചതാണ്. ഒന്നീ ഈ പിള്ളേരൊക്കെ ഇടുന്ന അവരുടെ പെട്ടി മിനിയനൊക്കെ എടുത്ത് വെക്കും. അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാം. എൻ്റെ അതിൽ ഒരെണ്ണം വാങ്ങിച്ച് ഇപ്പോൾ ഇത്രയേ ഉള്ളെന്ന് തോന്നുന്നു. ഇതെന്ന് പറയുന്നതാണ് പോളും കൂട്ടുകാരും അവർ ഈ സൂമിൽ പോയ മൃഗശാലയിൽ കാണാൻ പോയി. അപ്പം കുറേയൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഒട്ടും കാണാൻ പറ്റാത്തത് കറക്റ്റ് ആവില്ല. ഇങ്ങനെ ഒത്തിരി കിടന്ന് ഷേക്കായതൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. പിന്നെ ഒത്തിരി മെനക്കെട്ടാണ് ഈ വീഡിയോ ഇങ്ങനെയും ഞാനൊന്ന് എടുത്തത്. ചിലതൊക്കെ പറ്റും, ചിലതൊക്കെ കാണാൻ പറ്റത്തില്ല. അപ്പം താല്പര്യമുള്ളവർ കാണുക. ഞാനിതിന് വോയിസ് ഓവർ കൊടുക്കുന്നില്ല. ഹിപ്പോപ്പൊട്ടാമസും ആമ, കൊക്ക്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. മങ്കി, പിന്നെന്തുമായിരുന്നു, പെൻഗ്വിൻ, അതൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾ നോക്കേ വീഡിയോ. ഇത് കണ്ടപ്പം ഇച്ചിരി ദൂരമാണ്. ഇനി റീച്ചാൻ പറഞ്ഞ് പ്രൈസിനെയും കൊണ്ട് ഒരു ദിവസം പോകാമെന്ന്. ഇത് ബൈക്കുള എന്ന് പറയുന്നവരടുത്താണ്. ബൈക്കുള
ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായി വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കൺ ബട്ടണൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.